ശ്രീ പി ജെ ജോസഫ്. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ്. കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അങ്ങനെയുണ്ടോ? പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചിട്ടാണ് ധനമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഇടുക്കി പാക്കേജിന് 75 കോടി രൂപ വെച്ച് 300 കോടി രൂപ വിലയിരുത്തിയിരുന്നു. 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. ഇത്തവണ പട്ടയം എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിൽ 2,10,000 ഏക്കർ സ്ഥലം കാർഡമം ഹിൽ റിസർവിലാണ്. ആ കാർഡമം ഹിൽ റിസർവ് വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ? വനഭൂമിയാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് റവന്യൂ ഭൂമിയാണെന്നാണ്. പക്ഷേ ഈ പൊരുത്തക്കേടുകളുടെ മധ്യത്തിൽ അവിടുത്തെ പട്ടയ നടപടികൾ മുഴുവൻ ഒരു ഇടക്കാല സ്റ്റേ കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. അതുകൊണ്ട് ആ പട്ടയത്തെപ്പറ്റി മിണ്ടിയിട്ടേ ഇല്ല. 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം തൊടുപുഴ അദാലത്തുണ്ടായിരുന്നു. ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മുൾരിങ്ങാട്ടൊരാളെ ആന ചവിട്ടിക്കൊന്നു. 10 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. പക്ഷേ 5 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി കൊടുത്തിട്ടില്ല. അതവിടെ മാത്രമല്ല, കോതമംഗലത്ത് ഒരു എൽദുവെ ആന കൊന്നതറിയാം. 10 ലക്ഷം പ്രഖ്യാപിച്ചു, 5 ലക്ഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ആ ജാഥയുടെ അവിടെ ആളുടെ പിതാവ്, പ്രായമായ പിതാവ് ഒന്നും കൊടുത്തിട്ടില്ല. സർ, വനം വന്യ ഈ സംരക്ഷണത്തിന് 305 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സർ, ഈ പറയുന്ന തുകയെങ്കിലും കൊടുക്കണം. അത് മാത്രം പോരാ. ആന ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ വനഭൂമിയിൽ കുടിക്കാൻ വെള്ളം ഉണ്ടാകണം, ആനയ്ക്കുള്ള തീറ്റ ഉണ്ടാകണം. ഈ 305 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഭാഗം തടയണകൾ ഉണ്ടാക്കാനും ആനയ്ക്കുള്ള ഈറ്റയും മുളയും, ഈ യൂക്കാലിപ്റ്റസും അക്കേഷ്യയൊന്നുമില്ല, ആന തിന്നുന്ന തീറ്റ അവിടെ വെച്ച് പിടിപ്പിച്ചാൽ ഒരു പരിധി വരെ ആനയെ നിയന്ത്രിക്കാൻ കഴിയും. രണ്ടാമതായി ഫെൻസിങ് വേണം. ഞാൻ 10 ലക്ഷം രൂപ ഇപ്പം മുള്ളിങ്ങാട് ആന ചവിട്ടിക്കൊന്ന പ്രദേശത്തേക്ക് ഒരു 5 കിലോമീറ്ററോടെ ഫെൻസിങ് നടത്തിയാൽ അവിടെ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് തടയാൻ കഴിയും. പക്ഷേ 10 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിലെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേക അനുമതി വേണം. ഞാൻ അനുവാദം ചോദിച്ച് കൊടുത്തിട്ട് ഇതൊരു അനുമതി കിട്ടിയിട്ടില്ല. സാറ്, ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. തൊഴിൽ കിട്ടുന്ന മേഖലകൾ നമ്മൾ കണ്ടെത്തേണ്ടത്. സർ, പെട്രോ കെമിക്കൽസ് ആ മേഖല ഇവിടെ വളർന്നു വരുന്ന കാര്യം ഗവൺമെൻറ്റിന് അറിഞ്ഞുകൂടെ? 400 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. അവിടെയെല്ലാം ആവശ്യമുള്ള ഡിപ്ലോമക്കാരെയാണ്. ആ ഡിപ്ലോമ ഏതൊക്കെ, ഞാൻ അതിൽ ബന്ധപ്പെട്ട ഇതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് പെട്രോ കെമിക്കൽ വ്യവസായത്തിന് ആവശ്യമുള്ളത്? കെമിക്കൽ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ,
മെക്കാനിക്കൽ, പ്രോസസ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പ്രോസസ് സേഫ്റ്റി, 8 മേഖലകളാണ്. സർ, കേരളത്തിലെ പോളിടെക്നിക്കുകൾ ഇപ്പോൾ ഉള്ളത് 3 ബ്രാഞ്ച് മാത്രമുള്ളൂ. ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും. ബാക്കിയുള്ളതൊന്നുമില്ല. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഇല്ല. നമ്മുടെ ഈ പോളിടെക്നിക്കുകൾ ചെറുത് 1-2 ജോലിയല്ല, 10,000-കണക്കിന് ആൾക്ക് ജോലി കിട്ടുന്ന കാര്യമാണ്. ഓൾ ഇന്ത്യ ഇല്ല പരസ്യം കൊടുക്കുന്നു. ഇവിടെ കുട്ടികളുണ്ടോ? ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ജോലിയായിട്ട് വരികയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം മേഖലകളെപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകളിൽ പരിശീലനം കൊടുക്കണം. പ്രത്യേകിച്ച് അവിടെ എൻജിനീയേഴ്സിനെയല്ല, ഡിപ്ലോമക്കാരെയാണ് ആവശ്യമുള്ളത്. പിന്നെ ലേബർ മിനിസ്റ്റർ ചെയ്യേണ്ടത് ഈ ITIകളിലും ചില കോഴ്സുകളുണ്ട്. വെൽഡിങ്, കെമിക്കൽ ഓപ്പറേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. ഇത്തരം മേഖലകളുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ രംഗത്തേക്ക് അടിയന്തരമായ ശ്രദ്ധ പതിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ജനവാസ മേഖലകളിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ ഈ പറഞ്ഞ തടയണയും ആനയ്ക്കുള്ള തീറ്റയെല്ലാം സൃഷ്ടിക്കുന്ന പോലും ഫെൻസിങ്ങിലുള്ള അടിയന്തര നടപടി ഉണ്ടാക്കണം. അത് വളരെ ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയും. ഒരു കിലോമീറ്റർ ചെയ്യുന്നതിന് ഏകദേശം ഒരു 2.5 ഹാങ്ങിങ് ഫെൻസിങ് ആണെങ്കിൽ 8 ലക്ഷം രൂപ ആവും. ഈ മാറ്റി വച്ചിരിക്കുന്ന തുകയുടെ ഒരു നല്ല ഭാഗം ഈ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കുന്നതിന് ചിലവ് കിട്ടുന്നുണ്ട്. അത് ജനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിച്ചാൽ അവർക്ക് അടിയന്തരമായ സഹായം ഈ പ്രഖ്യാപിക്കുന്ന 10 ലക്ഷമെങ്കിലും കൊടുക്കാൻ നടപടി വേണ്ടേ? തീരുമാനമുള്ളതല്ലേ? ഞാൻ വനംവകുപ്പ് മന്ത്രിയോടാണ് ഞാൻ ചോദിക്കുന്നത്. 10 ലക്ഷം കൊടുക്കാൻ തീരുമാനമുള്ളതല്ലേ? സമയം കഴിഞ്ഞിരിക്കണു. പ്രധാനപ്പെട്ട ചോദ്യോത്തരം വേണ്ടെന്നുള്ള 1-ാം ഗഡു കൊടുത്തു, 2-ാം ഗഡു പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് കൊടുക്കും. അവർ കേസ് വന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. 2 ഗഡുവാണ് 2 ഗഡു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമായി. സർ, ഈ ആളുകളിങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ആ വിലയിൽ ഈ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് വളരെ തെറ്റായ നടപടിയായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം റബ്ബറിൻ്റെ വിലസ്ഥിരത ഉണ്ട്. റബ്ബറിനിപ്പം 200-ൽ പരം രൂപ ഉള്ളപ്പം 10 രൂപ കൂട്ടി 180 ആക്കി. അപ്പോൾ 1 രൂപയും ചിലവാക്കേണ്ടി വരികയില്ല. 1 രൂപയും ചിലവാക്കേണ്ടി വരിക. പിന്നെ കാർബൺ ഫ്രീ സ്റ്റേറ്റാക്കി കേരളത്തെ മാറുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സാർ, ഈ ഇലക്ട്രിക് വാഹനത്തിന് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് പരിസ്ഥിതി സൗഹൃദമായൊരു സമീപനമാണോ? ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ നികുതി തീർച്ചയായിട്ടും എടുത്തു കളയണം. കാരണം അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ആ നികുതി വർധന വഴി എത്ര 30 കോടി രൂപ അധികമായി പ്രതീക്ഷിക്കുകയാണ്. സർ, 2 മിനിറ്റ് അധികമായി. 2 മിനിറ്റ് അധികമായി. ഇപ്പം ഞാൻ അവസാനിപ്പിക്കാം. സർ, ആശുപത്രികളിൽ മരുന്നുണ്ടോ? ഡയാലിസിസ് യൂണിറ്റുകളിൽ 1,000 രൂപയെങ്കിലും മുടക്കാതെ ഗവൺമെൻറ് നടത്തുന്ന സ്ഥലങ്ങളിൽ പോലും ആ പേഷ്യൻസിനെ ചികിത്സിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കാരുണ്യ പദ്ധതി അത് അവതാളത്തിലാണ്. കാരുണ്യ ഫാർമസികളില്ല. നമ്മുടെ ഈ സംസ്ഥാനത്ത് പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികളിൽ മരുന്നെത്തിച്ചു കൊടുക്കാനുള്ള അടിയന്തര നടപടി സാറേ ബഡ്ജറ്റിൽ
ഒത്തിരി കട്ടുണ്ട്. എന്തുകൊണ്ടാണ് മരുന്നില്ലാത്തത്? കുടിശ്ശിക കൊടുക്കാനാണ്. കമ്പനികൾ സപ്ലൈ ചെയ്താൽ പൈസ കൊടുക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി നടപടി ഉണ്ടാകണം. ഇപ്പോൾ ഈ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഇപ്പോൾ എന്താണ് മെഗാ ഹബ്ബുകൾ, തൊഴിൽ ഹബ്ബുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോബ് ഫെയർ. ജോബ് ഫെയർ അത് നടന്നാൽ നല്ല കാര്യം. ഇപ്പോൾ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ കളിപ്പാട്ടത്തിൻ്റെ വലിയ ഹബ്ബായി ഇന്ത്യയെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അത് പ്രയോജനപ്പെടുത്തണം, പരമാവധി പ്രയോജനപ്പെടുത്തണം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമായി ഇത് കാണണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇടക്കാലത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ വഴി 50% കട്ട് ചെയ്യാനാണെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ ആവശ്യമുണ്ട്. അതായപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. പ്രതിപക്ഷം അതൊന്ന് ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. ആ ഇടുക്കിയിൽ ആ പട്ടയ നടപടികൾ സ്റ്റേ ചെയ്ത് വെക്കേറ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ പട്ടയത്തെപ്പറ്റി അക്ഷരം വേണ്ടിയിട്ടുമില്ല. അത് പൊരുത്തക്കേടാണെന്ന് അമ്മേസ്കർ കുവി തന്നെ അവിടെ പറയുകയുണ്ടായി. പൊരുത്തക്കേട് വനം വകുപ്പ് പറയുന്നു വനം വകുപ്പിൻ്റെയാണ്, റവന്യൂ വകുപ്പ് അല്ല ചീഫ് സെക്രട്ടറി ഇത് റവന്യൂ ഭൂമിയായിട്ട് പറയുന്നു. അത്തരം പൊരുത്തക്കേടുകൾ നീക്കിക്കൊണ്ട് അവിടുത്തെ പരിപാടികൾ നടപ്പാക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്ന നടപടി അവസാനിപ്പിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു.